സതീശന്റെ സ്ഥാനലബ്ധി അത്രത്തോളം ആഘോഷിക്കുന്നുണ്ട് പ്രവർത്തകർ. പക്ഷേ മറുപക്ഷങ്ങളുടെ ഭാഗത്തു നിന്ന് നിരാശയുമുണ്ട്, സംശയമില്ല. തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് സതീശന്റെ പ്രവർത്തന മേഖല നമുക്കറിയാം, എറണാകുളം കേന്ദ്രീകരിച്ച് ആ മധ്യ കേരളം ആ പ്രദേശമാണ്. തിരുവനന്തപുരത്തെ നേതാക്കന്മാരായിരുന്നു രമേശ് ചെന്നിത്തലയും മറ്റും സ്ഥിരമായി ഇവിടെ താമസിച്ചുകൊണ്ടിരുന്നവരാണ്. അവരുടെ അണികൾക്ക് ആവേശക്കുറവുണ്ട്. MLA മാരടക്കം രാവിലെ മുതൽ രമേശിന്റെ വീട്ടിലുണ്ടായിരുന്നു. എന്താണ് സാരംഗ് KPCC ആസ്ഥാനത്തെ ഏറ്റവും പുതിയ കാഴ്ച? രഞ്ജിത്ത്, നിയുക്ത മുഖ്യമന്ത്രി ഇപ്പോൾ KPCC ആസ്ഥാനത്ത് നിന്നും AK ആന്റണിയെ സന്ദർശിക്കാൻ ഇപ്പോൾ അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങുന്ന ദൃശ്യങ്ങളും KPCC ആസ്ഥാനത്ത് നിന്ന് ആസ്ഥാനത്തേക്ക് ഇപ്പോൾ നിയുക്ത മുഖ്യമന്ത്രി എത്തി എന്ന് വേണം മനസ്സിലാക്കാൻ. AK ആന്റണിയെ അദ്ദേഹം കണ്ടു. ആന്റണി ഓഫീസിൽ തന്നെ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. AK ആന്റണിക്കുള്ള ക്യാബിനിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. അതിനുശേഷം സതീശൻ മടങ്ങുകയാണോ, അങ്ങനെ വേണം കരുതാൻ. നമുക്ക് ദൃശ്യങ്ങളിൽ വലിയ ജനപങ്കാളിത്തം, വലിയ പ്രവർത്തക പങ്കാളിത്തം KPCC ആസ്ഥാനത്ത് കാണാം. ഒരു 10 വർഷത്തോളം ഉറങ്ങിക്കിടന്ന പ്രദേശം, സ്ഥലമാണ് KPCC ആസ്ഥാനം. AK ആന്റണിയെ കാണാൻ ഇറങ്ങുന്നു സതീശൻ എന്നാണ് മനസ്സിലാക്കേണ്ടത്. AK ആന്റണിയുടെ വീട്ടിലെത്തി ആന്റണിയെ കാണും നിയുക്ത മുഖ്യമന്ത്രി എന്നാണ് മനസ്സിലാക്കേണ്ടത്. പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ സതീശനൊപ്പമുണ്ട്. സാരംഗ്, കേൾക്കാമെങ്കിൽ തുടരാം. രഞ്ജിത്ത്, വലിയ ആവേശം, അതായത് ഇവിടേക്ക് വരുമ്പോഴുള്ള അതേ ആവേശം തന്നെയാണ് AK ആന്റണിയുടെ വസതിയിലേക്ക് പോകുമ്പോഴും ഇവിടെ അണികൾ ഒരുക്കിയിരിക്കുന്നത്. നമുക്കറിയാം, വാഹനത്തിന് ചുറ്റും പ്രവർത്തകർ നിരന്നു നിന്നുകൊണ്ട് അദ്ദേഹത്തിന് മുദ്രാവാക്യങ്ങളും ഉയർത്തിക്കൊണ്ട് അദ്ദേഹത്തിന് അഭിവാദ്യങ്ങളും ഒപ്പം ആശംസകളും അറിയിച്ചുകൊണ്ടുള്ള പ്രവർത്തകരുടെ ഒരു ആവേശമാണ് കാണുന്നത്. ഇവിടെ നിന്നും വാഹനവ്യൂഹം പുറപ്പെടുകയാണ്. AK ആന്റണിയുടെ വസതിയും ഒപ്പം സുധീരനെ അടക്കം നേരിട്ട് കാണുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതിനുശേഷമായിരിക്കും മറ്റ് നിയമസഭയിലെ മീറ്റിംഗിലേക്ക് അടക്കം കടക്കുക. ഒപ്പം തന്നെ രാത്രി 7 മണിയോടുകൂടി ഗവർണറെ കാണാനടക്കമുള്ള നീക്കങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പ്രവർത്തകർ ഈ ഒരു വാഹനത്തിന് ചുറ്റും, നമുക്കറിയാം, പ്രവർത്തകരും ഒപ്പം മറ്റ് മീഡിയകളും എല്ലാം ഈ ഒരു വാഹനത്തിന് ചുറ്റും നിന്നുകൊണ്ട് VD സതീശൻ നിയുക്ത മുഖ്യമന്ത്രി ഇവിടെ നിന്നും വാഹനവ്യൂഹം പുറത്തേക്ക് ഇറങ്ങുകയാണ്. നമുക്കറിയാം, ആദ്യമായി KPCCയിലേക്ക് എത്തുമ്പോൾ, അതായത് മുഖ്യമന്ത്രി പ്രഖ്യാപനം ഉണ്ടായി അതിനുശേഷം ആദ്യമായി KPCC ആസ്ഥാനത്ത് എത്തുമ്പോൾ റോഡ് മുതൽ അകത്ത് KPCCനകത്ത് വരെ പ്രവർത്തകർ വലിയ അഭിവാദ്യങ്ങൾ മുഴക്കിക്കൊണ്ടായിരുന്നു അദ്ദേഹത്തിന് വരവേൽപ്പ് നൽകിയത്. പിന്നീട് ഇവിടെ നിന്നും പുറത്തേക്ക് പോകുമ്പോഴും ആ ഒരു ആവേശത്തിൽ ഒട്ടും കുറവില്ല എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. അദ്ദേഹത്തെ ഇപ്പോൾ വലിയ ആവേശത്തോടു കൂടി പ്രവർത്തകർ AK ആന്റണിയുടെ വസതിയിലേക്ക് അയക്കുകയാണ്. രഞ്ജിത്ത്, AK ആന്റണിയുടെയും സുധീരൻ്റെയും ഹൈക്കമാൻഡറുള്ള സംഭാഷണമാണ് സതീശൻ്റെ സ്ഥാനലബ്ധിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമായത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഈ ഇരു നേതാക്കളെയും കണ്ട് അനുഗ്രഹങ്ങൾ വാങ്ങാനുള്ള ഒരുക്കത്തിലാണ് സതീശൻ. AK ആന്റണിയുടെ വസതിയിൽ, അതിനുശേഷം VM സുധീരൻ്റെ വസതിയിലേക്കും സതീശനെത്തും എന്നാണ് മനസ്സിലാക്കേണ്ടത്. വലിയ ആവേശത്തിലാണ് KPCC ആസ്ഥാനം. നമുക്ക് ദൃശ്യങ്ങളിൽ പ്രവർത്തകരുടെ ആവേശം കാണാം. ആയിരക്കണക്കിന് പ്രവർത്തകർ രാവിലെ മുതൽ തന്നെ KPCC ആസ്ഥാനത്തുണ്ട്. പ്രവർത്തകരുടെ ഇടയിലൂടെ സതീശന്റെ വാഹനം ഇങ്ങനെ കടന്നു പോകുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്.
കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.